ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നെയിം എഴുതുന്ന ആ ഒരു ചാപ്റ്ററിൽ നെക്സ്റ്റ് നോക്കാനുള്ളത് നെയിമിംഗ് ഓഫ് ആൽക്കെയിൻ വിത്ത് സെയിം ബ്രാഞ്ച് മോർ ദാൻ 1 ടൈംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം 2 തരത്തിലുള്ള കോമ്പൗണ്ട്സ് പരിചയപ്പെട്ടു. ചെയിനായിട്ട് പോകുന്ന കോമ്പൗണ്ട്സിൻ്റെ പേരെങ്ങനെയാണ് എഴുതുക, അതുപോലെ അതിനൊരു റൂൾ ഉണ്ടായിരുന്നു. നിങ്ങൾ പലപ്പോഴും ഇവിടെ ഈ റൂൾസാണ് പഠിക്കേണ്ടത് കേട്ടോ. ദെൻ സെക്കൻഡ് വൺ ആയിട്ട് നെയിമിംഗ് ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്. ഒരു ആൽക്കെയിനിൽ ഒരു ബ്രാഞ്ച് വരുന്ന കേസിൽ എങ്ങനെയാണ് പേര് എഴുതുക, അതിൻ്റെ റൂൾസ് പഠിച്ചാണ്. ആ റൂൾസ് ഫോളോ ചെയ്തിട്ട് പേര് എഴുതാൻ പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെയിമിംഗ് ഓഫ് ആൽക്കെയിൻ വിത്ത് സെയിം ബ്രാഞ്ച് മോർ ദാൻ 1 ടൈംസ്. അതായത് ഒരു ബ്രാഞ്ച് തന്നെ ഒന്നിൽ കൂടുതൽ തവണ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പേരെഴുതുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നെയിമിംഗ് ഓഫ് ആൽക്കെയിൻസ് വിത്ത് സെയിം ബ്രാഞ്ച് മോർ ദാൻ 1 ടൈംസ്. ഒന്നിൽ കൂടുതൽ തവണ ബ്രാഞ്ചുകൾ റിപ്പീറ്റ് ചെയ്ത് വരാം. 2 ആവാം, 3 ആവാം, 4 ഒക്കെ ആവാം. അപ്പോൾ ഇത്തരം കേസുകളിൽ പേരെഴുതണമെങ്കിൽ ഒരു റൂള് വരുന്നുണ്ട്. IUPAC എന്ന് പറയുന്ന ഏജൻസി നമുക്ക് തരുന്ന റൂള്. ഫസ്റ്റ് വേണ്ടത് പൊസിഷൻസ് ഓഫ് ബ്രാഞ്ച്, അതായത് ബ്രാഞ്ചുകളുടെ പൊസിഷൻസ് എഴുതണം. പിന്നെ അതിനുശേഷം പ്രിഫിക്സ് എന്നുള്ളത് എന്താണെന്നുള്ളത് എഴുതണം. ദെൻ വേണ്ടത് നെയിം ഓഫ് ബ്രാഞ്ച്, ബ്രാഞ്ചിൻ്റെ പേരെഴുതണം. പിന്നെ അതിനുശേഷം വേണ്ടത് വേർഡ് റൂട്ട് വേണം. ദെൻ സഫിക്സ് വേണം. ഇതാണ് ആ റൂള്. ആ റൂള് കറക്റ്റ് ഓർഡറിൽ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരം പേരെഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ താഴെ ഒരു കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. CH3, CH, അടിയിലോട്ട് ഒരു ബ്രാഞ്ച് ഉണ്ട് CH3, ദെൻ CH വീണ്ടും ഒരു ബ്രാഞ്ച് ഉണ്ട് CH2, CH2, CH3. ആ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഈ റൂൾ പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ആദ്യം ഏതാണ് ഇതിലെ മെയിൻ ചെയിൻ എന്നുള്ളത് കണ്ടുപിടിക്കണം. മെയിൻ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിലെ മെയിൻ ചെയിൻ കേട്ടോ. ഇതാണ് ഇതിലെ മെയിൻ ചെയിൻ. ഓക്കെ, ആ മെയിൻ ചെയിനിൽ അടിയിലോട്ടോ മുകളിലോട്ടൊക്കെ വരുന്ന കാര്യങ്ങളാണ് ബ്രാഞ്ചുകൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് ഒരു ബ്രാഞ്ചാണ്, ഇത് വേറൊരു ബ്രാഞ്ചാണ്. 2 ബ്രാഞ്ച് ഉണ്ട് അല്ലേ. ഓക്കെ, ബി എന്നാണ് ഞാൻ എഴുതിയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നെയിമിംഗ് ഓഫ് ആൽക്കെയിൻസ് വിത്ത് സെയിം ബ്രാഞ്ച് മോർ ദാൻ 1 ടൈംസ്. ഒരേപോലെയുള്ള ബ്രാഞ്ചാണ് രണ്ടും. ഇത് CH3 ആണ്, ഇതും CH3 ആണ്. രണ്ടും ഒരേപോലെയുള്ള ബ്രാഞ്ചാണ്. അത് ഒന്നിൽ കൂടുതൽ തവണ വരുന്നുണ്ട്. ഇവിടെ 2 തവണ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ വരുമ്പോൾ എങ്ങനെയാണ് പേര് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടത് ഫസ്റ്റ് വേണ്ടത് റൂൾസിലോട്ട് നോക്കുക. പൊസിഷൻസ് ഓഫ് ബ്രാഞ്ച്. ആദ്യം വേണ്ടത് ബ്രാഞ്ചിൻ്റെ പൊസിഷൻസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ പൊസിഷൻസ് ഏതാണ് വരിക, നമ്മൾ ഈ മെയിൻ ചെയിനിൽ കൗണ്ട് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെയിൻ ചെയിനിൽ ഇവിടുന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് കാർബൺ. 1, 2, 3, 4, 5, 6. മെയിൻ ചെയിനിൽ 6 കാർബൺ ഉണ്ട്. അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബണിലാണ് ആ ബ്രാഞ്ച് കിടക്കുന്നത്. അപ്പോൾ പൊസിഷൻസ് ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് വേണ്ടത് കേട്ടോ, പൊസിഷൻസ് ഓഫ് ബ്രാഞ്ച്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ച മെയിൻ ചെയിനിൽ 2 സൈഡിൽ നിന്നും കൗണ്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യുമ്പോഴാണ് 2ലും 3ലും ബ്രാഞ്ച് വരുന്നത്. ബട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിലോ 1, 2, 3, 4 ആൻഡ് 5 ആയിട്ട് മാറും. അപ്പോൾ എപ്പോഴും നമ്മൾ കണ്ടുപിടിച്ച മെയിൻ ചെയിനിൽ 2 സൈഡിൽ നിന്നും കൗണ്ട് ചെയ്യുക. എന്നിട്ട് എങ്ങനെ എണ്ണുമ്പോഴാണ് ലീസ്റ്റ് നമ്പർ വരുന്നത് നോക്കുക. ചെറിയ നമ്പേഴ്സ് എങ്ങനെ എണ്ണുമ്പോഴാണോ വരുന്നത് അതാണ് പൊസിഷനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 2ഉം 3 കിട്ടി. ഓക്കെ, അപ്പോൾ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്നുള്ളത് 2 and 3 കിട്ടി. അപ്പോൾ ഇനി നമ്മൾ റൂളിലോട്ട് നോക്കുക. പൊസിഷൻസ് ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്ന ഏരിയ കഴിഞ്ഞു. നെക്സ്റ്റ് വേണ്ടത് പ്രിഫിക്സ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് പ്രിഫിക്സ് എന്നുള്ളത്? പ്രിഫിക്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ വേണം. പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന പ്രിഫിക്സുകൾ ഡൈ, ട്രൈ, ടെട്ര, ഇങ്ങനെ 3 പ്രിഫിക്സാണ് ഉപയോഗിക്കുക. ഈ പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ബ്രാഞ്ച് തന്നെ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു എണ്ണമാണ് പ്രിഫിക്സ്. ഇപ്പോൾ 2 തവണ വരികയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഡൈ എന്ന് എടുക്കണം.
3 തവണ വരികയാണെങ്കിൽ ട്രൈ എന്നെടുക്കണം, 4 തവണ വരികയാണെങ്കിൽ ടെട്ര എന്നെടുക്കണം. ഇതാണ് പ്രിഫിക്സുകൾ. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ട്സിലോട്ട് നോക്കാം. ഈ കോമ്പൗണ്ട്സിൽ ഒരേ ബ്രാഞ്ച് തന്നെ ഇതുമില്ല 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ 2 തവണ വന്നതുകൊണ്ടാണ് ഡൈ എന്നുള്ള പ്രിഫിക്സ് എടുത്തത്. ഓക്കെ, സോ റൂൾസിലോട്ട് നോക്കുക. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണ്ടത് പ്രിഫിക്സ് ആണ്. പ്രിഫിക്സ് ഡൈ എന്ന് കിട്ടി. ഇനി വേണ്ടതാണ് റൂളിലോട്ട് നോക്കുക. നെയിം ഓഫ് ബ്രാഞ്ച്, ബ്രാഞ്ചിൻ്റെ പേരാണ് വേണ്ടത്. ബ്രാഞ്ചിൻ്റെ പേരെന്താണ്? ഈ ബ്രാഞ്ചിൽ എത്ര കാർബൺ ആണുള്ളത്? 1 കാർബൺ. 1ൻ്റെ വേർഡ് റൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെത് എന്നാണ്. മെത് അല്ലേ? ബ്രാഞ്ചിൽ 1 കാർബൺ ആണെങ്കിൽ മെത് എന്നെടുക്കുക, 2 കാർബൺ ആണെങ്കിൽ എത് എന്നെടുക്കുക, 3 ആണെങ്കിൽ അതിവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആൾറെഡി 10th പഠിച്ചാണ്. ഓക്കെ, ഈ ബ്രാഞ്ചിൻ്റെ പേര് എഴുതുമ്പോഴും അതിനോട് കൂടെ YL ചേർക്കണം കേട്ടോ. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ മീഥൈൽ എന്നുള്ള ബ്രാഞ്ച് കിട്ടി. മീഥൈൽ. ഫസ്റ്റ് നമ്മൾ എന്ത് കിട്ടി? പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എഴുതി, പ്രിഫിക്സ് എഴുതി, നെയിം ഓഫ് ബ്രാഞ്ച് എഴുതി. ഇനി വേണ്ടത് വേർഡ് റൂട്ടാണ്. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേർഡ് റൂട്ടിൻ്റെ ഡെഫിനിഷൻ? അവിടോട്ട് നോക്കൂ. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കാർബൺ ഇൻ മെയിൻ ചെയിൻ. നമ്മൾ എടുക്കുന്ന മെയിൻ ചെയിനിൽ മൊത്തം എത്ര കാർബൺ ഉണ്ട്, അതാണ് വേർഡ് റൂട്ട്. അത് പ്രകാരം നമ്മൾ ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിലെ മെയിൻ ചെയിൻ. 1 2 3 4 5 6. എത്ര കാർബൺസ് വരുന്നുണ്ട്? 6 കാർബൺ വരുന്നുണ്ട് അല്ലേ? ഇതും ഇനി ഉൾപ്പെടുത്താൻ പാടില്ല, അത് ബ്രാഞ്ചായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ ചെയിനിൽ വരുന്ന കാർബൺസിൻ്റെ എണ്ണമാണ് എന്ത്? വേർഡ് റൂട്ട് എന്ന് പറയുന്ന സംഭവം കേട്ടോ. ടോട്ടൽ കാർബൺ ഇൻ മെയിൻ ചെയിൻ. അപ്പോൾ 6 കാർബൺസ് ഉണ്ട്. 6ൻ്റെ വേർഡ് റൂട്ട് എന്താണ്? ഹെക്സ് എന്നുള്ളതാണ്. അത് നമ്മൾ പഠിക്കണം, ഹെക്സ്. 6ൻ്റെ വേർഡ് റൂട്ട് ഹെക്സ് ആണ്. അപ്പോൾ ഇവിടെ ഹെക്സ് എന്ന് എഴുതി. ഇനി ലാസ്റ്റ് വേണ്ട എന്താണ്? വേർഡ് റൂട്ട്. റൂളിലോട്ട് നോക്കാം. വേർഡ് റൂട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് സഫിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സഫിക്സ് ഏതൊക്കെയാണ്? സഫിക്സ് ആണ് എഴുതി കാണിച്ചിട്ടുള്ളത് ഉണ്ടല്ലേ? ഏതൊക്കെയാണ്? ANE, ENE, YNE. എപ്പോഴാണ് ANE എടുക്കുക? സിംഗിൾ ബോണ്ട് ആകുമ്പോൾ. ENE എടുക്കേണ്ടത് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിൽ, YNE ഫോർ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ട്സിലൊക്കെയുള്ള ബോണ്ട് ഏതാണ്? സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ട് ANE എന്നാണ് നമ്മൾ എടുക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ആ കോമ്പൗണ്ട്സിൻ്റെ പേരെന്താണ്? 2,3 ഡൈമീഥൈൽ ഹെക്സൈൽ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് നെയിമിംഗ് ഓഫ് ആൽക്കൈൻസ് വിത്ത് സെയിം ബ്രാഞ്ച് മോർ ദാൻ 1 ടൈംസ്. ഒന്നിൽ കൂടുതൽ തവണ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ വേറൊരു കോമ്പൗണ്ട്സ് കണ്ടില്ലേ? എന്താണ്? CH3 CH, മുകളിലോട്ട് ഒരു ബ്രാഞ്ച്, താഴോട്ട് ഒരു അങ്ങനെ ടോട്ടൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇതൊരു ബ്രാഞ്ചാണ്, ഇത് വേറൊരു ബ്രാഞ്ചാണ്, ഇത് ടോട്ടൽ 3 തവണ ഉണ്ട് അല്ലേ? ഒന്നിൽ കൂടുതൽ തവണ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വേണ്ടത് അതിൻ്റെ പൊസിഷൻസ് ആണ് അല്ലേ? ഇവിടെ നിങ്ങോട്ട് ഉണ്ടുമ്പോൾ ഇത് 2ൽ വരുന്നുണ്ട് ബ്രാഞ്ച്, 3rd കാർബണിൽ ബ്രാഞ്ച് വരുന്നുണ്ട്, 4th കാർബണിലും ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണ്? 2ലും 3ലും 4ലുമാണ് ബ്രാഞ്ച് ഉള്ളത്. അതുകൊണ്ട് 2, 3, 4 എന്ന് എഴുതി. ബ്രാഞ്ച് 1, 2, 3 തവണ വന്നു കഴിഞ്ഞാൽ പ്രിഫിക്സ് എന്താണ് എടുക്കേണ്ടത്? ട്രൈ എന്നാണ് എടുക്കേണ്ടത്. സോ ട്രൈ എടുത്തു. എല്ലാ ബ്രാഞ്ചിലും 1 കാർബണേ ഉള്ളൂ. ഇതാണെങ്കിലും ഒക്കെ സെയിം ബ്രാഞ്ചാണ്. അതിലൊക്കെ കാർബൺസിൻ്റെ എണ്ണം 1 ഒന്നാകുമ്പോൾ എന്താണ്? മെത് എന്നാണ് എടുക്കുക. മെത് കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ? മെത്. 1ന് മെത് എന്നാണ് പറയാം. അപ്പോൾ മീഥൈൽ, അതിനോട് കൂടെ YL ചേർക്കണം. ദെൻ മെയിൻ ചെയിൻ ഇതാണല്ലേ? ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഈ സംഭവമാണ് ഇതിലെ മെയിൻ ചെയിൻ. ഈ മെയിൻ ചെയിനിൽ എത്ര കാർബൺസ് വരുന്നുണ്ട്? അതിൽ 6 കാർബൺസ് ആണ്. അപ്പോൾ ഹെക്സ്, ദെൻ സഫിക്സ് ANE. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ റൂളാണ് കേട്ടോ. നെയിമിംഗ് ഓഫ് ആൽക്കൈൻസ് വിത്ത് സെയിം ബ്രാഞ്ച് മോർ ദാൻ 1 ടൈംസ്. ഒന്നിൽ കൂടുതൽ തവണ വരുമ്പോൾ അതിന് പേര് എഴുതാനുള്ള റൂള്. ഫസ്റ്റ് വേണ്ടത് പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, അതിനുശേഷം വേണ്ടത് പ്രിഫിക്സ്, ദ നെയിം ഓഫ് ബ്രാഞ്ച്, വേർഡ് റൂട്ട്, സഫിക്സ്. ഈ ഒരു ഓർഡറിലാണ് അതിന് പേര് പോവുക. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് നോട്ടുകൾക്ക് എഴുതി വെക്കുക. താങ്ക് യു.